ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ കുരിശ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കുരിശിനെ അല്ലാതെ മറ്റൊന്നിലും മേന്മ ഭാവിക്കുവാൻ എനിക്ക് ഇടയാകാതിരിക്കട്ടെ. അവനെ പ്രതി ലോകം എനിക്കും ഞാൻ ലോകത്തിനും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പൗലോസ്ലീഹ പറയുമ്പോൾ ക്രിസ്ത്യാനിക്ക് മറ്റെന്തിനേക്കാളും പ്രാധാന്യമേറിയതാണ് യേശു ക്രിസ്തുവിൻ്റെ കുരിശ് എന്ന് കത്തോലിക്ക സഭ ഉറച്ചു വിശ്വസിക്കുകയും ബോധ്യത്തോടെ പഠിപ്പിക്കുകയും ചെയ്യുന്നു. യഹൂദർ എന്നും വിജാതിയർ എന്നുമുള്ള വേർതിരിവ് മാറ്റി രക്ഷ എല്ലാ മനുഷ്യർക്കും അവകാശമാക്കി മാറ്റി നൽകിയത് കർത്താവിൻ്റെ കുരിശാണ്. അന്നോളം ശിക്ഷയുടെയും അപമാനത്തിൻ്റെയും അടയാളമായിരുന്ന കുരിശ് ഈശോ സ്വയം ഏറ്റെടുത്ത് രക്ഷയുടെ അടയാളമാക്കി മാറ്റി. ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപപരിഹാരത്തിനായി ഈശോ കുരിശിൽ ബലിയായി തീർന്നു. എന്തിനായിരുന്നു ദൈവത്തിന് ഒരു കുരിശു എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേ ഉള്ളൂ: സ്നേഹം. ലോകത്തെ അവൻ അത്രമാത്രം സ്നേഹിച്ചു എന്നതിൻ്റെ അടയാളമായിരുന്നു അവൻ്റെ കുരിശ്. ഈശോ കുരിശിൽ ബലിയായി തീർന്നത് സാധ്യമായത് സ്നേഹത്തിൻ്റെ നിറവിലാണ്. സ്നേഹം സകലവും സാധ്യമാക്കുന്നു. കുരിശിലെ സ്നേഹം പങ്കുവയ്ക്കലിൻ്റെ സ്നേഹമാണ്. സ്നേഹം സകലവും സാധ്യമാക്കുന്നു. ജീവിതത്തിലെ സുഖദുഃഖങ്ങൾക്കിടയിലും സ്നേഹം പങ്കുവയ്ക്കുവാൻ സാധിക്കുന്നതും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ ഇടയിൽ ഉള്ളത് പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് യഥാർത്ഥ ക്രിസ്തീയ ജീവിത ശൈലിയിലേക്ക് നമ്മെ നയിക്കുന്നു. ഈ ഭൂമിയിലെ സുഖദുഃഖങ്ങൾ നിറഞ്ഞ ജീവിതം സ്നേഹത്തിൻ്റെ ഭാഷയിൽ എഴുതിയ കവിത പോലെ നിത്യജീവിതത്തിലേക്കുള്ള കവാടമാക്കി കുരിശിനെ സ്വീകരിക്കുവാൻ നമ്മെ പ്രചോദിപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ സ്നേഹം നമ്മെ കീഴ്പ്പെടുത്തട്ടെ. ആമേൻ.